ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ലെറ്റേഴ്സ് കേക്ക്, മിൽക്ക് കേക്ക് എന്നൊക്കെ പറയുന്ന കേക്ക് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ കേക്ക് കഴിക്കാനായിട്ട്. നമ്മൾ ഈ മിൽക്കിൻ്റെ ഒരു മിക്സൊക്കെ ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മളൊരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. നമ്മൾ സാധാരണ നോർമൽ വിസ്കൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ കുറച്ച് അധികം ടൈം ബീറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ കഴിയുന്നതും ഇലക്ട്രിക് ബീറ്റർ തന്നെ എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാര തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നോളും. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. നമ്മുടെ കോഴിമുട്ട ഇങ്ങനെ നന്നായിട്ട് പൊങ്ങിയിട്ട് ഫ്ലഫി ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇതേപോലെ കിട്ടണം. ഇനി നമുക്ക് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ കോഴിമുട്ടയുടെ ആ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മുടെ കേക്കിന് വേണ്ട വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മാറ്റിയിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടലി നമുക്ക് രണ്ടും കൂടെ 1/4 കപ്പ് മതി. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മാറ്റിയിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഒരു അരിപ്പ വെച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 2-3 പ്രാവശ്യമൊക്കെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഒട്ടും പൊടിയൊന്നും ഉണ്ടാവരുത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ള് ഉപ്പും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതെല്ലാം കൂടി ഇവിടെ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന കോഴിമുട്ടയുടെ മിക്സിലേക്ക് ഇത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് ഇട്ട് കൊടുക്കരുത്. അതേപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ വളരെ മെല്ലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒത്തിരി ഹാർഡായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കരുത് കേട്ടോ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്കും ഹാർഡായിട്ട് പോകും, നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വരില്ല. അപ്പോൾ അതുകൊണ്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കേക്കിന് വേണ്ട മിക്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തേക്കുന്നത്. സൈഡിലും താഴെയൊക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഓയിൽ തടവി കൊടുത്തിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ A4 ഷീറ്റ് വെച്ചിട്ട് ബട്ടർ പേപ്പർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കാം, എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിൽ ഉപയോഗിക്കാത്തൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി 5 മിനിറ്റ് ചൂടാക്കിയതാണ്. അപ്പോൾ നമ്മളിത് കേക്ക് വെക്കുന്ന മുമ്പ് മസ്റ്റായിട്ടൊരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം കേട്ടോ. പാത്രം നന്നായിട്ട് ചൂടായിട്ട് മാത്രം നമ്മുടെ കേക്കിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കേക്ക് നന്നായിട്ട് തന്നെ പൊങ്ങി വരില്ല. ഇനി ഇതൊരു 30 മുതൽ 35 മിനിറ്റ് വരെ എടുക്കും ബേക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അതേപോലെ ഒരു 25 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. അതിന് മുമ്പ് ഇങ്ങനെ തുറന്ന് കഴിഞ്ഞാൽ കേക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടില്ല. അപ്പോൾ അതാ നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടിയത്. അപ്പോൾ നമുക്കിതൊന്ന് ചൂട് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ആ ടൈമിൽ നമുക്ക് ഇതിലോട്ട് ഒരു പാലിൻ്റെ മിക്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതൊന്ന് കുറുകിയിട്ട് അതിൻ്റെ പകുതി ആക്കിയിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 1/4 കപ്പ് എടുത്താൽ പകുതി വരെ കുറുകിയിട്ട് കിട്ടണം കേട്ടോ. നമ്മൾ കുറുക്കിയെടുത്ത പാൽ ഇതാ ഇവിടെ കുറച്ച് ചൂട് തണിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമോ ഹെവി ക്രീമോ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് ഈ മിക്സ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണാം.
ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ മിക്സ് തന്നെ കഴിക്കാനായിട്ട്. നമ്മൾ ഈ മിക്സിൽ കൂട്ടിയിട്ടാണ് നമ്മുടെ കേക്ക് കഴിക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു സോഫ്റ്റ് ആയിട്ടിരിക്കും. നമ്മൾ ചൂട് തണയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്ന കേക്ക് ഇതാ ചൂടൊക്കെ തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് മോൾഡിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സൈഡിൽ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. എല്ലാ സൈഡും ഒരേ ലെവലിലും അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ കേക്ക് കിട്ടിയേക്കുന്നത്. താഴെ ഭാഗം ഒന്നും ഒട്ടും കരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. ഇനി നമുക്ക് ഈ കേക്ക് ഇതേപോലത്തെ ഒരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഒരു ഫോർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ മാക്സിമം നന്നായിട്ട് തന്നെ കുത്തി കൊടുക്കാം. കാരണം നമ്മൾ ഇതിലോട്ടൊക്കെ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന മിക്സ് അത് നന്നായിട്ട് ഇതിലോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ സോഫ്റ്റ് നല്ല കുതിർന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം കേക്ക്. എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ആ പാലിൻ്റെ മിക്സും കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കാരണം നമ്മൾ സാധാരണ കേക്ക് പോലെ ലെയറാക്കിയിട്ടൊന്നും വിപ്പിംഗ് ക്രീം ചെയ്ത് കൊടുക്കുന്നില്ല. ഈ പാലിൻ്റെ മിക്സാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മളൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഞാനിത് തലേന്ന് രാത്രി ആക്കിയെടുത്തിട്ട് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ വിപ്പിംഗ് ക്രീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. പിറ്റേ ദിവസം ഞാനിവിടെ കേക്ക് പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇതേപോലത്തെ ഒരു പൈപ്പിംഗ് ബാഗിലോ അല്ലെങ്കിൽ സാധാരണ ഒരു പ്ലാസ്റ്റിക് ബാഗിലാക്കിയിട്ട് താഴെ ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഈ മുകൾ ഭാഗത്ത് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം. നമ്മൾ ഈ കേക്കിൽ സാധാരണ ഇതേപോലെ കേട്ടോ ആക്കിയെടുക്കാറ്. വളരെ സിമ്പിളായിട്ട് ഇതേപോലെ ഇങ്ങനെ ഡോട്ടാക്കിയിട്ട് ആക്കി കൊടുത്താൽ മതി. അതിന് പൈപ്പിംഗ് ബാഗ് ഒന്നും വേണമെന്നില്ല. സാധാരണ ഒരു കവറിൽ താഴെ ഒരു ഹോൾ ഇട്ടിട്ട് ആക്കി കൊടുത്താലും ഇതേപോലെ കിട്ടിക്കോളും. ഈ ഒരു കേക്കിലേക്ക് നമുക്ക് വളരെ കുറച്ച് വിപ്പിംഗ് ക്രീം മതി കേട്ടോ ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട്. കാരണം സാധാരണ കേക്ക് പോലെ ലെയറാക്കിയിട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാ സൈഡിലും ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടെടുക്കാം. നല്ല സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിവിടെ കേക്ക് ഇതാ ഇതേപോലെ നന്നായിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് പിസ്ത ഒന്ന് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം. അതേപോലെ ഞാനിവിടെ കുറച്ച് ജെറീസും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ സാധാരണ റോസാപ്പൊക്കെയാണ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാറ് കേട്ടോ. അപ്പം അതിൻ്റെ ടേസ്റ്റ് ഇവിടെ ആർക്കും വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ റോസാപ്പ് എടുക്കുന്നില്ല. അതിനൊരു ചെറിയൊരു കുത്തണ പോലത്തെ ടേസ്റ്റാണ് തോന്നാറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ജെറീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലെച്ചസ് കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കഴിക്കുന്ന ടൈമിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന പാലിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ അത് കുറേശ്ശെ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ മുക്കിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ആ മിൽക്കിൻ്റെ ആ ഒരു ഇതിലും കൂടി ഇങ്ങനെ മുക്കിയിട്ടൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.